എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. മാർച്ച് മാസത്തിൽ വലിയ സഹായങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് വരാൻ പോകുന്നത്. ഇതിൽ പ്രത്യേകിച്ച് PM കിസാൻ സമ്മാൻ നിധി തുകയുടെ 22ാമത്തെ ഗഡുവിൻ്റെ വിതരണ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. രാജ്യത്തെ 9 കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ 4 മാസം കൂടുമ്പോൾ ക്രെഡിറ്റ് ആകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു കോയമ്പത്തൂരിൽ വെച്ച് നവംബർ 19-ാം തീയതിയാണ് വിതരണം ചെയ്തത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയായ 22ാം ഗഡു 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡുവാണ്. ഇതാണിപ്പോൾ വിതരണത്തിന് തയ്യാറെടുക്കുന്നത്. പ്രധാനമന്ത്രി ഔദ്യോഗികമായി നടത്തുന്ന പൊതു ചടങ്ങിൽ വെച്ചാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടത്താറുള്ളത്. റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പൊതുസമ്മേളനങ്ങളിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഇതുവരെയുള്ള തുകകൾ വിതരണം ചെയ്തിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ വെച്ച് ഇതുവരെ PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടന്നിട്ടില്ല. നിയമസഭാ ഇലക്ഷൻ അടുത്തു നിൽക്കെ സംസ്ഥാനത്ത് വെച്ച് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണത്തിനുള്ള സാധ്യത ഇപ്പോൾ തെളിയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള സന്ദർശനം 11-ന് തീരുമാനിച്ചിട്ടുണ്ട്. BJP പ്രകടന പത്രിക അന്ന് പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ മാർച്ച് 6-ന് നടക്കുമെന്ന് അറിയിച്ചിരുന്ന സന്ദർശനം 11-ലേക്ക് മാറ്റി എന്ന് BJP വൃത്തങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അന്ന് വൈകുന്നേരം 5-ന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന് മുന്നിൽ അദ്ദേഹം NDA പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രകടന പത്രിക അന്ന് പുറത്തിറക്കും. വൈകുന്നേരം 7 മണിക്ക് മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരു പൊതുചടങ്ങിൽ കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കും എന്നുള്ളതാണ് വിവരം. വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രവൃത്തി ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഈ സന്ദർശനത്തിൽ നിർവഹിച്ചേക്കും. സംസ്ഥാനത്ത് അമൃത് ഭാരത് പദ്ധതി തുടക്കം കുറിച്ച നവീകരിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും ഇതിൽപ്പെടും. റെയിൽവേ പദ്ധതികളുടെ സുപ്രധാന പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തും എന്നാണ് സൂചന. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങാൻ റെയിൽവേക്ക് നേരത്തെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 11ാമത്തെ തുക വിതരണവും ഈ ചടങ്ങിൽ വെച്ച് നടന്നേക്കും എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വെബ്സൈറ്റുകളിൽ എത്തിയിട്ടില്ല. ഒരാഴ്ചക്കകം ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തുക വിതരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടത് മാർച്ച് മാസത്തിൽ എന്തായാലും ആ ഒരു തുക ലഭിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 11-ാം തീയതി വിതരണത്തിനുള്ള സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി ഓരോ മാസവും കൂടുതൽ പൊതുപരിപാടികൾ നടത്താറില്ല. 1-2 പരിപാടികൾ മാത്രമാണ് സാധാരണഗതിയിൽ നടത്താറുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ചത് പ്രകാരം കേരളത്തിൽ ഇതിൻ്റെ വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 18ാമത്തെ ഗഡു 2024 ഒക്ടോബർ 5-ന് മഹാരാഷ്ട്രയിൽ വെച്ചായിരുന്നു വിതരണം ചെയ്തത് എങ്കിൽ 19ാം ഗഡു ബീഹാറിൽ വെച്ച് 2025 ഫെബ്രുവരി 24-നാണ് വിതരണം ചെയ്തത്. 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഓഗസ്റ്റ് 2-ാം തീയതി ഉത്തർപ്രദേശിൽ വെച്ചാണ് വിതരണം നടന്നത്. അത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയായിരുന്നു. ജൂലൈ മാസത്തിലെങ്കിലും ലഭിക്കേണ്ടതായിരുന്നു. അത് ഓഗസ്റ്റ് 2-ലേക്ക് മാറ്റിയത് തന്നെ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ ചെയ്ത പൊതുപരിപാടി ഇല്ലാത്തത് കൊണ്ടാണ്. അവസാനം വിതരണം ചെയ്ത 21ാമത്തെ ഗഡു കോയമ്പത്തൂരിൽ വെച്ച് നവംബർ 19-ാം തീയതിയാണ് വിതരണം ചെയ്തത്. ഇനി നമ്മൾ കാത്തിരിക്കുന്ന 20ാം ഗഡു ഈ കേരളത്തിൽ വെച്ച് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരെ ബൈ.